കഴിഞ്ഞ ദിവസം നിയമസഭയിലും പിന്നീട് പുറത്തും തകർന്നു വീണത് വി ഡി സതീശൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന ധവളപത്രം എന്ന ഉമ്മാക്കിയാണ്. ഇന്ദിരാ ഗ്യാരണ്ടി അടക്കം അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാതിരിക്കാനുള്ള മുൻകൂർ ജാമ്യമെടുക്കൽ പരിപാടിയായിട്ടാണ് മൂപ്പര് ഈ ധവളപത്രത്തെ കണ്ടിരുന്നത്. സാധാരണ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ധനകാര്യ വകുപ്പാണ് ധവളപത്രം ഇറക്കാറുള്ളത്. അതാണ് കീഴ്വഴക്കം. നാളിതുവരെ അത് LDF ഭരിക്കുമ്പോഴും UDF ഭരിക്കുമ്പോഴും ധവളപത്രം ഇറക്കിയിട്ടുള്ളത് ധനകാര്യ വകുപ്പാണ്. എന്നാൽ ചരിത്രത്തിൽ ആദ്യമായി പുറത്തു നിന്നും ആളെ കൊണ്ടുവന്ന് തൻ്റെ ഇച്ഛക്കനുസരിച്ച് ആഗ്രഹത്തിനനുസരിച്ച് ഒരു ധവളപത്രം തയ്യാറാക്കി സതീശൻ. അതിൽ പല സത്യങ്ങളും ബോധപൂർവം ഒളിപ്പിച്ചു വെച്ചിട്ടും സതീശനും കൂട്ടരും ഇതുവരെ പറഞ്ഞതെല്ലാം പച്ച നുണകളും അർദ്ധസത്യങ്ങളും മാത്രമായിരുന്നെന്നാണ് ആ ധവളപത്രം പോലും വിളിച്ചു പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ TVയിലെ മീറ്റ് ദ എഡിറ്റേഴ്സിൽ കണക്കുകളും വസ്തുതകളും നിരത്തി ഡോക്ടർ അരുൺ കുമാർ ഇത് വിശദീകരിക്കുമ്പോഴും അതിനിടയിലും സതീശനെ സംരക്ഷിക്കാൻ പെടാപ്പാടുപെടുന്ന സ്മൃതി പരുത്തിക്കാടിന്റെ ദയനീയ അവസ്ഥയും നമുക്ക് കാണാം. ഇത് പ്രതിപക്ഷത്തിന്റെ ഇതുവരെയുള്ള ചില സാമ്പത്തിക വിമർശനങ്ങളെ തുറന്നു കാണിക്കുന്ന ഒന്നുകൂടിയാണ് ധവളപത്രം എന്നതാണ് എൻ്റെ ടേക്ക്. ഒന്ന്. രണ്ടാമത്തത്, ഈ വി ഡി സതീശൻ സർക്കാരിൻ്റെ രാഷ്ട്രീയ സാമ്പത്തിക നയം പ്രതിഫലിക്കുന്ന ഒരു ധവളപത്രമാണ് എന്നതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത്, ഇതിൽ അർത്ഥസത്യങ്ങളുണ്ട്, അതിശയോക്തി കലർന്ന ചില മറച്ചുപിടിക്കലുകളുമുണ്ട് എന്നുള്ളതാണ് മൂന്നാമത്തെ ടേക്ക്. അതിലാദ്യത്തതിലേക്ക് വരാം. എന്തായിരുന്നു ഇതുവരെ പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരുന്നത്? പ്രതിപക്ഷം ഈ തെരഞ്ഞെടുപ്പിലുടനീളം പറഞ്ഞുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട ആർഗ്യുമെന്റുകളിൽ ഒന്ന് ഈ സംസ്ഥാന സർക്കാർ കടക്കണിയിലാക്കിയിരിക്കുന്നു കേരളത്തെ എന്നാണ്. എന്നിട്ട് അവിടെ പറഞ്ഞ് നിർത്തുകയല്ല ചെയ്തത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഒരേ സ്വരത്തിൽ പറഞ്ഞത് കേരളം 6 ലക്ഷം കോടി രൂപയുടെ കടക്കണിയിൽ വീണിരിക്കുന്നു എന്നാണ്. പലതവണ ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോഴും അതിനു മുമ്പും നമ്മൾ ആ ഒരു ഭീഷണിയിലല്ല. നമുക്ക് 4.78 ലക്ഷം അല്ലെങ്കിൽ 4.8 ലക്ഷത്തിൻ്റെ മാത്രമേ ഉള്ളൂ. റിവൈസ്ഡ് എസ്റ്റിമേറ്റിൽ പോലും 4.9 ലക്ഷം കോടി മാത്രമേ ഉള്ളൂ. 5 ലക്ഷം കോടി പോലും നമ്മുടെ കടക്കണിയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. അതുകൊണ്ട് 6 ലക്ഷം കോടി എന്ന് അങ്ങ് പ്രചരിപ്പിക്കരുത്. പക്ഷേ കേട്ടില്ല. തിരഞ്ഞെടുപ്പിലുടനീളം 6 ലക്ഷം കോടിയുടെ കടക്കണിയിലാണ് കേരളം എന്ന് പ്രചരിപ്പിച്ചു. ഇന്ന് വി ഡി സതീശൻ സർക്കാരിൻ്റെ ധവളപത്രത്തിൽ തന്നെ 5.07 ലക്ഷം കോടി എന്ന് പറഞ്ഞു. അത് റിവൈസ്ഡ് എസ്റ്റിമേറ്റിലേക്ക് നമ്മൾ കണക്കാക്കിയാൽ 4.9 ലക്ഷം കോടിയാണെന്ന് കാണാം. ഇവിടെ പൊളിഞ്ഞു വീണത് വി ഡി സതീശനും പ്രതിപക്ഷവും അന്ന് സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തികാവസ്ഥയെ പരിഹസിച്ചുകൊണ്ട് നടത്തിയ വസ്തുതാവിരുദ്ധമായ വിമർശനമാണ്. നമ്പർ 1. തീർന്നില്ല. ശമ്പളവും പെൻഷനും കൊടുക്കാൻ മാത്രം 1.25 ലക്ഷം കോടി രൂപയുടെ കുടിശ്ശികയുണ്ട് എന്നാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ അതേ ധവളപത്രത്തിൽ പറയുന്നു കേവലം 48,000 കോടി രൂപയുടെ. നോക്കണം, അത് മൊത്തം 77% പറയുന്നത് പിരിപ്പിച്ച് കാണിക്കുന്ന കണക്കാണ്. റവന്യൂ വരുമാനത്തിൻ്റെതാണ് 77% എന്ന് പറയുന്നത്. മൊത്തം വരുമാനം കണക്കിലെടുത്താൽ 50% താഴെ നിൽക്കും. അവിടെയും ചില മറച്ചുപിടിക്കലുകൾ നടത്തുന്നു. അപ്പോൾ 1.25 ലക്ഷം കോടി രൂപയുടെ കുടിശ്ശികയുണ്ട്, പെൻഷനും ഈ പറയുന്ന ശമ്പളവും കുടിശ്ശികയും കൊടുത്തു തീർക്കാൻ എന്ന് പറഞ്ഞതിലും ആ രീതിയിൽ ഒരു വലിയ രീതിയിലുള്ള വസ്തുതാവിരുദ്ധമായ കാര്യമുണ്ട്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, പൂച്ച പെറ്റിക്കിടക്കുന്ന ഖജനാവ് എന്നുള്ളതായിരുന്നു ആർഗ്യുമെന്റ്. അതേ ആ സമയത്ത് തന്നെ KN ബാലഗോപാൽ പറഞ്ഞു ഈ സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ 5263 കോടി രൂപയുടെ നീക്കിയിരിപ്പുണ്ട്. ഇന്ന് റിപ്പോർട്ടർ TV നേരത്തെ പ്രസിദ്ധീകരിച്ച റൈറ്റ് ടു ഇൻഫർമേഷൻ വഴി കിട്ടിയ വിവരത്തിലും ഇതേ കണക്കാണ് പറഞ്ഞിരുന്നത്. പൂച്ച പെറ്റിക്കിടന്നതല്ല. ഓർമ്മിക്കൂ, ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം ഒഴിയുമ്പോൾ 1643 കോടി രൂപയായിരുന്നു അന്ന് ബഡ്ജറ്റിൽ ബാക്കിയുണ്ടായിരുന്നത്. പക്ഷേ ആ മാസത്തെ ശമ്പളവും ബാക്കിയുള്ളതെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ ബാക്കി അവശേഷിച്ചിരിക്കുന്നത് -173 ആയിരുന്നു എന്നുള്ളതാണ് കണക്ക്. ഇപ്പോൾ 5263 കോടി രൂപ ശമ്പളം കൊടുക്കുന്നതിന് മുമ്പ് ഏപ്രിൽ മാസത്തിലുണ്ടായിരുന്നു. മെയ് മാസത്തിൽ ശമ്പളവും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം മെയ് മാസം 16-ാം തീയതി ആകുമ്പോഴേക്കും അത് 2211 കോടി രൂപയാണ് എന്നുള്ളതാണ്. അപ്പോൾ പൂച്ചപറ്റി കിടക്കുന്ന ഖജനാവ് എന്നുള്ള വാദം അത് തെറ്റാണെന്ന് തെളിയുന്നു. 1.25 ലക്ഷം കോടി രൂപയുടെ കുടിശ്ശിക പെൻഷന്റെയും ശമ്പളത്തിന്റെയും DA കുടിശ്ശികയുടെയും ഭാഗമായിട്ടുണ്ടാകാനുണ്ട് എന്ന് പറഞ്ഞത് നേരെ പകുതി മാത്രമേ ഉള്ളൂ എന്ന് തെളിയുന്നു. 3, നമ്മളുടെ കടം എന്ന് പറയുന്നത് 6 ലക്ഷം കോടിയാണ് എന്ന് പറഞ്ഞത് അത് കേവലം 5.07 ലക്ഷമാണെന്ന് ഇതേ ധവളപത്രം തന്നെ സമർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതാണ് വസ്തുതാവിരുദ്ധമായ പ്രചരണങ്ങളെ ഈ ധവളപത്രം തന്നെ തുറന്നു കാട്ടുന്നു എന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഭാഗം. രണ്ടാമത്തത്, ഇതിനെ അർത്ഥസത്യങ്ങളും അതിശയോക്തി കലർന്ന മറച്ചുപിടിക്കലുകളുമുണ്ട് ഇതിൽ എന്നുള്ളതാണ്. ഇതിൽ എവിടെയാണ് മറച്ചു പിടിച്ചിരിക്കുന്നത്? വളരെ കൗശലം പ്രയോഗിച്ചിട്ടുണ്ട് ഇതിനകത്ത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ മാധു പറഞ്ഞതുപോലെ ഒരു കടഭീതിയിലാണ് നമ്മുടെ സംസ്ഥാനം എന്ന് തോന്നുന്ന പ്രതീതി ജനിപ്പിക്കുന്നുണ്ട്. എനിക്കൊരു ന്യായമായ സംശയമുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് ഒഴിയുമ്പോൾ എത്രയായിരുന്നു നമ്മുടെ കടം? ആ കടത്തിന്റെ കണക്കുകൂടി പറഞ്ഞാലേ ഇത് മനസ്സിലാവും. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലേക്ക് വരുമ്പോൾ, അതായത് 2011 78,673 കോടി രൂപയായിരുന്നു കടം. 78,673 കോടി രൂപ.
ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം ഒഴിയുമ്പോൾ 72,000 കോടി എത്രയായിട്ട് മാറി? 1,57,000 ആയിട്ട് മാറി. 1,57,000 കോടി രൂപയായിട്ട് മാറി. എത്ര ശതമാനത്തിന്റെയാ? ഏകദേശം ഇരട്ടിയായിട്ട് മാറുന്നു എന്നുള്ളതാണ്. എല്ലാ കാലത്തും അങ്ങനെയാണ്. അതാണ് പറയുന്നത്. ഏകദേശം ഇരട്ടിയായിട്ട് മാറുന്നു. ആ ഏകദേശം ഇരട്ടിയായിട്ട് മാറുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല എന്നാണ് ഞാൻ പറയുക. കാരണം എന്താ? കടം എന്ന് പറയുന്നത് ഈ ധൂർത്തടിക്കാനുള്ള കടമല്ല. അത് ജനങ്ങളുടെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾക്കും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന പണമാണ്. നോക്കൂ, ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിന് ശേഷം 1,57 ഉണ്ടായിരുന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അവസാനിക്കുമ്പോഴേക്കും അത് 2.96 ലക്ഷം കോടിയായിട്ട് മാറുന്നു. ഏകദേശം ഇരട്ടിയുടെ വർധനയുണ്ടാവുന്നു. അതിനുശേഷം പക്ഷേ നോക്കൂ, ആ സമയത്ത് നമ്മൾ എന്തിനെ അതിജീവിച്ചു? പ്രളയം കടന്നു വന്ന കാലമാണ് എന്നതുകൂടി ഓർമ്മിക്കണം. പ്രളയം, കോവിഡ് തുടങ്ങിയവ വന്നിട്ട് പോലും സംസ്ഥാനത്തിന്റെ കടം എന്ന് പറയുന്നത് ആ അനുപാതത്തിൽ നിന്ന് കൂടിയിട്ടേയില്ല. അത് കഴിഞ്ഞ് 2.96 ലക്ഷമാണ് 2021 പിണറായി വിജയൻ അധികാരത്തിലെത്തുമ്പോൾ നമ്മുടെ കടം. കണക്കനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ എത്ര വരണം? അതാണ് വി ഡി സതീശനും ബി ജെ പി നേതാവും പറഞ്ഞത്. ഇതേ കണക്കാണെങ്കിൽ നേരെ ഇരട്ടിയായാൽ 6 ലക്ഷം കോടിയാവും. പക്ഷെ 6 ലക്ഷം കോടി ആയില്ല. പകരം അത് 5.07 ലക്ഷം കോടിയായി. ഇത് മറച്ചുവെച്ചു. ഒന്ന്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട, അതായത് 61% മാത്രം വർധനമുണ്ടായിരിക്കുന്നു. കാലാകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് കടത്തിന്റെ കാര്യത്തിൽ ഒരു കുറവ് വരുത്താൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വർധനവിന്റെ കാര്യത്തിൽ. ഇനി ഒരു കാര്യം കൂടി പറയാം. കടത്തിന്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കടത്തിനോടൊപ്പം ചേർത്ത് പറയേണ്ട ഒന്നുണ്ട്. അത് നമ്മുടെ സംസ്ഥാനത്തിന്റെ വരുമാനത്തെ കുറിച്ച് കൂടിയാണ്. നമ്മുടെ സംസ്ഥാനത്തിന്റെ വരുമാനം എത്രയാകും? നമ്മുടെ സംസ്ഥാനത്തിന്റെ വരുമാനം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അത് 5.88 ലക്ഷമായിരുന്നു 2014 ഇറങ്ങിപ്പോകുമ്പോൾ. ഇപ്പൊ എത്രയാണ് നമ്മുടെ വരുമാനം? നമ്മുടെ വരുമാനം കൂടുന്നതനുസരിച്ചാണല്ലോ കടത്തിന്റെ വർദ്ധിക്കുന്നത്. എത്രയാ? 14.27 ലക്ഷം കോടിയാണ് നമ്മുടെ വരുമാനം. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 1.5 ലക്ഷം കടമുണ്ടായിരുന്നപ്പോൾ അന്ന് 5.88 ലക്ഷമായിരുന്നത് ഇപ്പോൾ വരുമാനം കൂടുന്നു. എത്ര കൂടി? 14.27 ലക്ഷം കോടിയാവുന്നു. സ്വാഭാവികമായും അതിനനുസരിച്ചാണ് കടത്തിന്റെയും കണക്ക് വരുന്നത്. ഇതിവിടെ കൊണ്ട് തീർന്നില്ല. തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഈ കടഭീതി. ഞാൻ അതിന് കാരണം പറയാം. നമ്മുടെ രാജ്യത്തിന്റെ കടം എത്രയാണെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാമോ? ഏറ്റവും ഒടുവിലുള്ള കണക്ക് പ്രകാരം 185.9 ലക്ഷം കോടിയാണ് ഈ രാജ്യത്തിന്റെ കടം. 185.9 ലക്ഷം കോടി. നമ്മുടെ സംസ്ഥാനത്തിന്റെ കടം എത്ര? 5 ലക്ഷം കോടി രൂപയാണ്. 185 ലക്ഷം കോടി രൂപ. നോക്കൂ, അത് GSDP-യുടെ എത്ര ശതമാനമാണെന്ന് അറിയാമോ? GSDP-യുടെ 56.2%. GSDP-യുടെ 56.2% ദേശീയ കണക്കാണ്. രാജ്യത്തിന്റെ GSDP-യും രാജ്യത്തിന്റെ കടവും തമ്മിലുള്ള അനുപാതമാണ് 56.2. 185 ലക്ഷം കോടി രൂപ. ചെറിയ കണക്കാണോ? നമ്മുടെ ഇത് എത്രയാ? ഇപ്പൊ കണക്ക് പ്രകാരം പറയുന്നത് 33.22%. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേരളത്തിലെ ഏറ്റവും ഉയർന്ന GST റേഷ്യോ ആയിരുന്നു ഇത്. 2001 2002 നമ്മുടെ GSDP റേഷ്യോ എത്രയായിരുന്നു? ഡെപ്റ്റ് GSDP റേഷ്യോ എന്ന് പറയുന്നത് 2002-2003 AK ആന്റണി സർക്കാരിന്റെ കാലത്ത് 39.5%. അത് കഴിഞ്ഞാൽ തൊട്ട് വരുന്ന, അന്ന് കോവിഡ് ഇല്ല കേട്ടോ, അന്ന് ഈ പറയുന്ന വലിയ പ്രളയമില്ല. 2003-2024 വരുമ്പോൾ 40.5%. അത് കഴിഞ്ഞാൽ വരുന്നത് 39.6%. അത് കഴിഞ്ഞാൽ ഇപ്പോൾ വരുന്നത് എത്രയാ? 33.2%. ഇതിനെയാണ് ഒരു വലിയ കടഭീതി ജനിപ്പിക്കുന്നു എന്ന മട്ടിൽ വരുന്നത്. ഇനി സംസ്ഥാനങ്ങളുടെ കണക്കെടുത്താൽ പോലും 2024-25 കടമെടുത്ത് നോക്കിയാൽ പോലും നമ്മൾ വരുന്നത് 10ാം സ്ഥാനത്താണ്. മൊത്തത്തിലുള്ള കടബാധ്യത നോക്കിക്കഴിഞ്ഞാൽ, GSDP ഡെപ്റ്റ് റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെക്കാൾ മുന്നിലുള്ള എത്രയോ സംസ്ഥാനങ്ങളുണ്ട്, എത്രയോ കണക്കുകളുണ്ട്. ഇത് മറച്ചു വെച്ചുകൊണ്ടാണ് ഈ കണക്ക് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു കടഭീതി ഉണ്ടാക്കുന്നു. അത് വസ്തുതാവിരുദ്ധമാണ് എന്നതാണ് എന്റെ ഒരു ടേക്ക്. തിരിച്ചടവ് ശേഷി കൂടി പരിശോധിക്കുകയാണല്ലോ. തിരിച്ചടവ് ശേഷിയല്ലേ നമ്മുടെ വരുമാനത്തിലെ വർധനവ്? നമുക്ക് എത്രയാ വരുമാനം? 14 ലക്ഷം കോടിയാ. 5 ലക്ഷം കോടി ഉള്ളപ്പോഴത്തെ വരുമാന കടമാണോ നമുക്കുള്ളത്? ഇപ്പോ അല്ല, വരുമാനം ഉപയോഗിക്കുന്നതിൽ വരുമാനം എങ്ങനെ ഉപയോഗിക്കുന്ന കാര്യത്തിലൊക്കെ വിമർശനം അതിനകത്തുണ്ട്. എങ്ങനെയാ വരുമാനം നമ്മൾ ഉപയോഗിക്കുന്നത്? വരുമാനത്തിൽ എവിടെയാണ് നമുക്ക് കുറവ് സംഭവിച്ചത്? വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന എവിടെയൊക്കെയാ? പെൻഷൻ കൊടുക്കാൻ, ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ട മേഖലയിൽ കൊടുക്കുന്നില്ലേ? അതല്ല, കൊടുക്കണ്ട എന്നല്ല, അത് കൊടുക്കണം. പക്ഷേ വികസന പദ്ധതികളിലേക്ക് കൊടുക്കാനുള്ള രൂപത്തിൽ ഉണ്ടാകുന്നില്ല വരുമാനം. അതാണ് രണ്ടാമത്തത്. അത് ഞാൻ പറയാം. ഈ 1.3% മാത്രമാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നു. ആ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കിഫ്ബിയുടെ വിഹിതമുണ്ടോ? എന്താ കിഫ്ബിയുടെ വിഹിതം അതിൽ വരാഞ്ഞത്? നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ 5 വർഷം ഏറ്റവും കൂടുതൽ അടിസ്ഥാന സൗകര്യ വികസനം നടന്നിരിക്കുന്നത് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചല്ലേ? ആ കിഫ്ബി ഫണ്ട് മാറ്റിവെച്ചാൽ ഈ റവന്യൂ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ കണക്ക് കുറയില്ലേ? കിഫ്ബിയുടെ ബാധ്യത ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഉൾപ്പെടുത്തുകയും കടം ഇൻവെസ്റ്റ്മെന്റ് കടം ഉൾപ്പെടുത്തുകയും ചെയ്തു. ഇൻവെസ്റ്റ്മെന്റ് പറയില്ല. ഇപ്പോൾ നേരത്തെ സ്മൃതി വളരെ കൃത്യമായി ചോദിച്ച പോലെ ഇത് എവിടെ നിന്ന് തിരിച്ചടയ്ക്കും എന്നുള്ളതാണ്. ഭീതിതമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കും. വരുമാനം പറയൂല. നമ്മളുടെ വരുമാനം 8 ലക്ഷം കോടിയിൽ നിന്നാണ് 14 ലക്ഷം കോടിയായിട്ട് വളർന്നത്. 8 ലക്ഷം കോടി 2016-2021 കാലഘട്ടത്തിൽ പിണറായി വിജയൻ സർക്കാരിന്റെ സമയത്ത് അവസാനം ഇറങ്ങി പോകുമ്പോൾ വരുമാനം അതിപ്പോ 14 ലക്ഷം കോടിയായിട്ട് വളർന്നു. പറയൂല. പകരം ഇനി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കാര്യം പറയുമ്പോഴോ
അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പണം ഉപയോഗിച്ചിരിക്കുന്നത് കിഫ്ബി ഫണ്ടിൽ നിന്ന്. ആ പണം അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നിട്ട് പറയാണ് രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നിരക്ക് കേരളത്തിലാണ് എന്ന് പറഞ്ഞാൽ അത് വസ്തുതാപരമാണോ? 21,000 കോടി തിരിച്ചടവ് ബാധ്യതയുണ്ട്. ഇത് സംസ്ഥാന സർക്കാരിന്റെ ചുമലിലാണെന്ന് പറയുമ്പോൾ അത് വിശദീകരിക്കണ്ടേ? 35,000 കോടി രൂപ ചെലവ് വരുന്ന ഫണ്ട് കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങ് പറഞ്ഞ 35,000 കോടി രൂപയുടെ ചെലവ്, 35,000 കോടി രൂപയുടെ ചെലവാണല്ലോ നേരത്തെ കഴിഞ്ഞ സർക്കാർ പറഞ്ഞിരുന്നത്. അതിലേക്ക് ഇനിയും പദ്ധതികൾക്ക് ഇനിയും ഫണ്ട് കണ്ടെത്തേണ്ടതുണ്ട്. കേൾക്കൂ, ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ കാര്യത്തിൽ അതാ പറഞ്ഞ മൂലധന ചെലവിന്റെ കാര്യത്തിൽ കിഫ്ബിയുടെ പണം ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? അത് ഉൾപ്പെടുത്താതെ നിങ്ങൾ ഇങ്ങനെ ഇത് വിശദീകരിക്കുക. അത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഏകദേശം 1.25 ലക്ഷം കോടി രൂപയുടെ വികസന പദ്ധതികൾ കഴിഞ്ഞ 5 വർഷം കൊണ്ട് പല തലങ്ങളിൽ കിടക്കുക. പൂർണ്ണമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും പ്രോഗ്രസ് ചെയ്യുന്ന പല പദ്ധതികളുണ്ട്. എല്ലാ വികസന പദ്ധതികളും കിഫ്ബി വഴിയാണെന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? അതെ, അത് ഉൾപ്പെടുത്തിയിട്ടില്ലെന്നായി പറയുന്നത്. അതല്ലേ തെറ്റിദ്ധരിപ്പിക്കുന്ന കണക്ക്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 21,000 കോടി അത് തിരിച്ചടവാണ്. ആ തിരിച്ചടവ് എങ്ങനെയാ വന്നത്? ആ തിരിച്ചടവ് ഏതിന്റെ കൂടെ കൂട്ടി? ആ തിരിച്ചടവ് സംസ്ഥാനത്തിന്റെ മൊത്തം കടത്തിന്റെ ഭാഗമായി കൂട്ടി. അങ്ങനെ കൂട്ടാൻ പറ്റുമോ? അതാണ് സ്മൃതിയുടെ എന്റെ നിലപാട്. നമ്മുടെ രണ്ടുപേരുടെ നിലപാട് അതല്ല. കാര്യം ദേശീയ തലത്തിൽ NHAക്ക് അങ്ങനെ കൂട്ടാൻ പറ്റൂല. കാര്യം ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്. പക്ഷേ കേന്ദ്ര സർക്കാർ 4 വർഷം കഴിഞ്ഞപ്പോൾ ഒരു നിയമം കൊണ്ടുവന്നു. അതിൽ FRBM ആക്ടിന്റെ പരിധിയിൽ നമ്മുടെ കിഫ്ബിയെയും പെൻഷൻ ഫണ്ടിനെയും ഉൾപ്പെടുത്തി. ആ ഉൾപ്പെടുത്തിയതോടുകൂടി എന്ത് സംഭവിച്ചു? കിഫ്ബി സംസ്ഥാന സർക്കാരിന്റെ കടമായിട്ട് മാറി. ശരി, അപ്പൊ അത് സംഭവിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അതിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ. പോകാൻ പറ്റുള്ളൂ. അവിടെയാണ് നമ്മുടെ വിമർശനം. 21,000 കോടി കടമുള്ള സമയത്ത് 41,000 കോടിയുടെ പദ്ധതി പൂർത്തീകരിച്ചു കഴിഞ്ഞു. പദ്ധതി പൂർത്തീകരിച്ചത് കണക്കിലില്ല. 41,000 കോടി 21,000 കോടി കടമുള്ള കാര്യം മാത്രം പറയുക. അതെങ്ങനെ പദ്ധതി ചെലവുകൾ നാമമാത്രമായി സ്തംഭിച്ചു നിൽക്കുകയാണ് എന്നാണ്. അങ്ങനെയല്ല, കിഫ്ബി 1 ലക്ഷം കോടിയുടെ പദ്ധതികൾ അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇതിൽ 41,650 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾക്കായി നൽകിയിരിക്കുന്നത് 40,000 കോടി നൽകി. അതിൽ 24,000 കോടി രൂപ പദ്ധതി പൂർത്തീകരിച്ചു. ബാക്കി എത്ര ലോൺ ഉള്ളത്? 21,000 കോടി. 21,000 കോടി ലോൺ ഉള്ളതിനകത്ത് 24,000 കോടി രൂപയുടെ പദ്ധതി പൂർത്തീകരിക്കുകയും 41,000 കോടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ അസത്യങ്ങളുണ്ട്, അർത്ഥസത്യങ്ങളുണ്ട്, അതിശയകരമാവണ്ണം മറച്ചു പിടിക്കുന്ന എല്ലാം കേന്ദ്രത്തിന് മേൽ എല്ലാമല്ല. നോക്കൂ, നമ്മൾ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിൽ കേന്ദ്ര പദ്ധതികളുടെ വിഹിതത്തിൽ ഒരു 31% കുറവുണ്ടായിട്ടുണ്ട്. 2011 2021 വരെ നോക്കുമ്പോൾ അത്രയും വലിയ ഇടിവാണ്. നോക്കൂ, അതേസമയം നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന വരുമാനത്തിന്റെ കാര്യത്തിലോ കേന്ദ്ര സർക്കാരിന് കിട്ടുന്ന വരുമാനത്തിന്റെ കാര്യത്തിൽ ഉയർച്ചയും ഉണ്ടാവുന്നു. 6% സെസ് 17% കേന്ദ്ര സർക്കാർ കൂട്ടുന്നു. എന്നാൽ സംസ്ഥാന സർക്കാരിന് ലഭിക്കേണ്ടിയിരുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതി കുറയ്ക്കുന്നു. ആ പദ്ധതികളുടെ കൂട്ടത്തിൽ ഗണ്യമായ ഒരു കുറവ് അവിടെയും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് നോക്കൂ, ഇതാണ് ഇതിലെ വസ്തുതാപരമായ കാര്യം നമ്മൾ പറയേണ്ടത് ധവളപത്രം പറയുമ്പോൾ. ഇനി ഒരു പോയിന്റ് കൂടി പറയാം. ഇതിന്റെ രാഷ്ട്രീയ വിശകലനം. ഞാൻ ഇതിന് രാഷ്ട്രീയമായി തന്നെ, അതുകൊണ്ടാണ് ഇതിന് രാഷ്ട്രീയ നിലമുണ്ടെന്ന് പറയുന്നത്. എന്താ ഇതിന്റെ രാഷ്ട്രീയം? ഇതിന്റെ സാമ്പത്തിക രാഷ്ട്രീയം എന്ന് പറയുന്നത് കൃത്യമായി പറഞ്ഞാൽ ഫെസിലിറ്റേറ്ററായി നിൽക്കണം സ്റ്റേറ്റ് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ രാഷ്ട്രീയം തന്നെയാണ്. ഫെസിലിറ്റേറ്ററായി നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ലിബറൽ അപ്രോച്ചാണ്, അതൊരു ഉദാഹരണമായിട്ടുള്ള അപ്രോച്ചാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടം പെരുപ്പിച്ച് കാണിക്കുന്നു. 29 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭം ഉണ്ടാക്കി പറഞ്ഞിട്ടുണ്ടോ ധവളപത്രത്തിൽ? 29 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭം ഉണ്ടാക്കിയെന്ന് ധവളപത്രത്തിൽ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? അപ്പൊ എന്താ നഷ്ടത്തെക്കുറിച്ച് മാത്രം പറയുന്നത്? സഞ്ചിത നഷ്ടത്തെക്കുറിച്ച് മാത്രമല്ലേ പറയാ? ലാഭം ഉണ്ടാക്കിയ കമ്പനികളില്ലേ ഇവിടെ? നവരത്ന കമ്പനികൾ കേന്ദ്ര സർക്കാർ പോലെ തന്നെ കേരളത്തിലും പല പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ലാഭം ഉണ്ടാക്കിയിട്ടില്ലേ? ലാഭം ഉണ്ടാക്കി എത്രയോ പദ്ധതികളുണ്ട്, എത്രയോ സ്ഥാപനങ്ങളുണ്ട്. നമ്മൾ ഈ ചർച്ച ചെയ്ത KMML പൊതുമേഖലാ സ്ഥാപനമല്ലേ? ലാഭം ഉണ്ടാക്കുന്ന സ്ഥാപനമല്ലേ? അത് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ ഇവിടെ? അപ്പോ ലാഭമുണ്ടാക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിട്ട് സഞ്ചിത നഷ്ടമുണ്ടാക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ ചൂണ്ടിക്കാട്ടി പറയുന്നു അവയെ എന്ത് ചെയ്യണം? പരിഷ്കരിക്കണം. അപ്പോൾ അതിന്റെ ഉദ്ദേശം എന്താ? ഇനി ഒരു വാചകമുണ്ട് കേട്ടോ, അപകടകരമായ ഒരു വാചകമാണ്. ഞാനിത് പ്ലാനിംഗ് ബോർഡിൽ ഒരു അംഗം അത് സൂചിപ്പിച്ചപ്പോഴാണ് ഞാനിത് കണ്ടത്. എന്താണ്? ഉത്പാദനാധിഷ്ഠിത സബ്സിഡിയിൽ നിന്നും ഉപഭോഗാധിഷ്ഠിത സബ്സിഡിയിലേക്ക് മാറണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എന്താ? ഉൽപാദനാധിഷ്ഠിത സബ്സിഡിയിൽ നിന്ന് ഉപഭോഗാധിഷ്ഠിത സബ്സിഡിയിലേക്ക് മാറണം എന്നുള്ളതാണ്. നേരിട്ട് നിങ്ങൾ പണം ആർക്കെത്തിക്കണം? ഈ പറയുന്ന ആളുകളിലേക്ക് എത്തിക്കണം. അവിടേക്ക് പോകുന്ന പൊതുമേഖലാ സംവിധാനത്തെ അത് പൂർണ്ണമായിട്ടും തകർക്കും. അതിന് പല എക്സാമ്പിൾ ഉണ്ട്. ഞാൻ അദ്ദേഹത്തിന് ഒരു എക്സാമ്പിൾ ഞാൻ കോട്ട് ചെയ്യാം. ഇപ്പൊ ഇടമലക്കുടിയിലേക്ക് പോകുന്ന KSRTC അല്ലെങ്കിൽ വൈദ്യുതി കണക്ഷൻ, അതിനുവേണ്ടി ചെലവാകുന്ന തുക എന്താണ്? അത് ഉത്പാദന അധിഷ്ഠിത സബ്സിഡിയാണ്. അത് അവിടെ നിന്ന് ഒഴിവാക്കി നേരിട്ട് അവരുടെ കയ്യിൽ പണം കൊടുക്കണം. KSEBിലേക്ക് അവർ നിശ്ചയിച്ച തുക കൊടുക്കണം, ഈ സബ്സിഡി ഇല്ലാതെ. അതാണ് ഡയറക്റ്റ് ട്രാൻസ്ഫർ. അപ്പോൾ അവിടേക്കുള്ള KSRTC ബസിന്റെ ചെലവ് ആര് വഹിക്കും? അപ്പോൾ അവിടേക്ക് KSRTC ബസ്സിൽ എന്ന് പറയുന്ന സർവീസ് ഇല്ലാതാവുന്ന അവസ്ഥയുണ്ടാവും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതൊരു സൂചന മാത്രമാണ്. ഉൽപാദനാധിഷ്ഠിത സബ്സിഡിയിൽ നിന്ന് ഉപഭോഗാധിഷ്ഠിത സബ്സിഡിയിലേക്ക് മാറുന്നു എന്നുള്ളത് തന്നെ ഈ ബഡ്ജറ്റിന്റെ ഒരു രാഷ്ട്രീയ സാമ്പത്തിക സൂചനയാണ്. അത് അത്യന്തം അപകടകരമാണ്. ഊർജ്ജ മേഖലയിലടക്കം പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന നിർദ്ദേശമാണ് ധവളപത്രത്തിലുള്ളത്. ശരിയാണ്. ഊർജ്ജ മേഖലയിലടക്കം, ഇതിൽ KSEB അടക്കം. അത് ശരിയാണോ? അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണോ? ഈ സർക്കാരിന്റെ നയമാണോ?
പറയേണ്ടതാണ്. അത് ആശങ്കപ്പെടുത്താൻ ഒറ്റ കാര്യം കൂടി, അങ്ങ് ഈ പറയുന്ന ഇപ്പോൾ ഈ ധവളപത്രത്തിൽ പോസിറ്റീവായ കഴിഞ്ഞ സർക്കാരുമായി ബന്ധപ്പെട്ട നേട്ടങ്ങളുടെ പട്ടികയില്ല എന്ന് പറയുന്നു. നേട്ടങ്ങളുടെ പട്ടികയില്ലെന്ന് ഞാൻ പറഞ്ഞു. നേട്ടങ്ങളുടെ കാര്യങ്ങളേ ഇല്ല എന്ന് പറയും. നേട്ടങ്ങളുടെ കാര്യങ്ങൾ അല്ല, പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലായവരുടെ കാര്യം പറയുമ്പോൾ ലാഭത്തിലായവരുടെ പേരുകൾ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാർ വന്ന ഘട്ടത്തിൽ വന്ന ധവളപത്രത്തിൽ മുൻ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നേട്ടങ്ങൾ വിശദീകരിക്കുന്നുണ്ടോ? അതേതാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സാമ്പത്തിക നേട്ടം ഏതായിരുന്നു? ഒരു നേട്ടവും ഇല്ലാണ്ട് അങ്ങ് വീടുകയായിരുന്നു. അതായത് അതാണ് 5 വർഷം ആ സർക്കാർ ഉമ്മൻചാണ്ടി സർക്കാരിൽ നേട്ടങ്ങളെ ഉണ്ടായിട്ടില്ല, മൊത്തം നഷ്ടമായിരുന്നു എന്ന കണക്കാണെന്നൊന്നും പറയല്ല. കാരണം ഇത് ഇത്രയേ ഉള്ളൂ. ധവളപത്രം എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും സർക്കാരുകളുമായി ബന്ധപ്പെട്ട അത് പുതിയ കാര്യവുമല്ല. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ പുരോഗമനപരമായ ഒരു സാമ്പത്തികമായിട്ടുള്ള കാര്യം പറയൂ. KSRTC തകർച്ചയിലായിരുന്നില്ലേ? അതെ, മൊത്തം നഷ്ടമായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ സംശയം ഒരു നേട്ടം ഉണ്ടാക്കിയിട്ടില്ല. സാമ്പത്തികമായ ലാഭം ഏതെങ്കിലും തരത്തിൽ മെച്ചം ഉണ്ടാക്കിയിട്ടുണ്ടോ? സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഏത് മേഖലയിലാണ് സാമ്പത്തികമായിട്ട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഒരു വികസന പദ്ധതി കൊണ്ടുവന്നു? വികസന പദ്ധതി കൊണ്ടുവന്നോ ഇല്ലയോ എന്നുള്ളതല്ല, അത് സാമ്പത്തികമായി എങ്ങനെയായിരുന്നു മെട്രോയുടെ കാര്യത്തിൽ ഇപ്പോൾ പറയുന്നു. ഇതാ നോക്കൂ, വളരെ ശരിയാണോ അത്? ശരിയാണോ അത്? തെറ്റാണ്. ഓപ്പറേഷൻ കോസ്റ്റ് അല്ല പറഞ്ഞിരിക്കുന്നത്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂടി ചേർന്നിട്ടുള്ളതാ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രവർത്തന മൂലധനം, അതിന്റെ പ്രവർത്തന ലാഭമല്ല ഈ പറഞ്ഞിരിക്കുന്നത്. മൊത്തം അതിന് ചെലവായ തുക കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മെട്രോയുടെ ലാഭവും നഷ്ടവും ഈ നോക്കൂ. അങ്ങ് ഈ കണക്ക് നോക്കിയാൽ ഡൽഹി മെട്രോ പോലും വയബിൾ അല്ല. അതായത് മൊത്തം അതിന്റെ നിർമ്മാണത്തിന് വേണ്ടി ഉള്ള ചെലവ് കൂടി കണക്കിലെടുത്തുകൊണ്ടാണോ മെട്രോ പോലൊരു പദ്ധതി ലാഭമാണോ നഷ്ടമാണോ എന്ന് പറയുക? എത്ര വർഷമെടുക്കും അത് മൂലധന ചെലവ് കൂടി കണക്കിലെടുത്ത് വരികയാണെങ്കിൽ അത് ലാഭത്തിലെത്താൻ? എന്നിട്ട് പറയാണ് മെട്രോ നഷ്ടത്തിലാണ് എന്നുള്ളത്. അത് ലാഭത്തിലാക്കാനുള്ള വഴികൾ ആലോചിക്കണം. അത് ലാഭത്തിലാക്കാനുള്ള വഴികൾ ആലോചിക്കണം എന്നതിന്റെ രേഖയാണ് ഇത്. അതാണ് ഞാൻ പറഞ്ഞത്. അതാ എങ്ങനെ കണക്കൂട്ടിയിരിക്കുന്നത്? മെട്രോ നിർമ്മിക്കാനെടുത്ത ചെലവ് ഈ കഴിഞ്ഞ ഇത്രയും വർഷം കൊണ്ട് അടയ്ക്കാത്തതിനെ നഷ്ടം എന്ന് പറയാൻ പറ്റൂ? മെട്രോ നിർമ്മിക്കാനെടുത്ത ചെലവ് കൂടി എങ്ങനെ ഇതിലൂടെ കൂട്ടുക? ഓപ്പറേഷൻ കോസ്റ്റ് അല്ലേ നമുക്ക് എടുക്കാൻ പറ്റൂ? ആ ഓപ്പറേഷൻ കോസ്റ്റ് കടന്നിട്ടുണ്ടോ? 3 വർഷമായി നമ്മൾ ഓപ്പറേഷൻ കോസ്റ്റ് കടന്നു. 3 വർഷമായി മെട്രോ സാമ്പത്തികമായിട്ട് ഓടുക. ഇതാണ് ഈ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ചില ഭാഗങ്ങൾ എന്ന് പറയുന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.